അപ്പോ നമുക്ക് എല്ലാവർക്കും അഭിമാനമായ ഒരു മുഹൂർത്തമാണിത്. നമ്മുടെ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയുള്ള അംഗം അതെ അംഗമായിട്ടുള്ള ശ്രീകുട്ടിക്ക് എസ്ഐയിൽ നിന്ന് സിഐയിലേക്ക് പ്രൊമോഷൻ കിട്ടിയ ഈ സന്തോഷവേളയിൽ എന്റെയും എന്റെ കുടുംബത്തിന്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. എന്നാ നമുക്ക് മുറിക്കാം ശ്രീകുട്ടി. കേക്ക് കേക്ക് കട്ട് ചെയ്യാൻ അമ്മ എവിടെ? മണി മണിക്കുട്ടി ഇതെന്തോന്ന്? ഇതെന്തോന്ന് മണി, നിനക്ക് വല്ലോ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലോ ഉണ്ടായിരുന്നു? എന്താ കൊള്ളൂലേ? നന്നായിരിക്കുന്നു. നീയേ നേരെ വിട്ടോ പുലിങ്ങടെ വീട്ടിലോട്ട്, അവിടെ നിങ്ങളുടെ പാടത്ത് നിർത്താം. അളിയ അങ്ങനെ കളിയാക്കി ഒന്നും വേണ്ട പെങ്ങളെ. സൂപ്പർ സൂപ്പർ. പിന്നല്ലാതെ എടി മണി, ചേരേണ്ട വസ്ത്രം ചേരേണ്ടവരിട്ടാലേ ചേർച്ച ഉണ്ടാവുള്ളൂ, മനസ്സിലായോ? എന്തോന്ന്? അതായത് മോളെ അളിയൻ പറഞ്ഞ എന്താന്ന് വെച്ചാല് ഈ ചേരേണ്ട രൂപത്തിൽ ചേർത്ത് വെച്ചാല് ചേരേണ്ടാത്തവയ്ക്ക് ചില ചേർച്ച ഉണ്ടാകുന്ന. മനസ്സിലായി. അല്ല നിനക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. അവനോന് ചേരുന്ന ഡ്രസ് ഇട്ടാലേ ചേർച്ച ഉണ്ടാവുള്ളൂ, മനസ്സിലായ? ഓ അത് പിന്നെ കാക്കി ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മളോട് പേടി തോന്നും, ബഹുമാനം വരും, റെസ്പെക്ട് വരും, സ്നേഹം വരും എന്നൊക്കെ പറഞ്ഞില്ലേ. ഇനി കാക്കി ഇടാത്തതിന്റെ കുറവ് വേണ്ടെന്ന് അതുണ്ടല്ലോ നാത്തൂനെ യൂണിഫോമിൽ കാണുമ്പോഴേ പേടിയും ബഹുമാനം ഒന്നും തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പൂച്ചക്കുട്ടി മ്യാവും. യൂണിഫോം ഇട്ട് പൂച്ചക്കുട്ടി പോലെ തോന്നേ ചിരി സഹിക്കാൻ പറ്റണില്ല. പിന്നണ്ട, ആരും എന്നോട് പിന്നണ്ട. മണി മണി അതെ, നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞ് കാര്യം സീരിയസ് ആയി. അവളെ പിണങ്ങിയാ പോയത്. അല്ല അളിയൻ ചെല്ലു പുറകെ കളിയാകുന്നു. മണി നിങ്ങളുടെ പെങ്ങളുടെ ഒരു കാര്യം. മണി മണി എന്തോന്ന് മണി, ആർക്കും നിന്നോട് ഒരു തമാശയും പറയാൻ പാടില്ല ഇവിടെ. എല്ലാരും കൂടെ കൂട്ടം കൂടി നിന്ന് കളിയാക്കുന്നതാണോ നിങ്ങളുടെ തമാശ? പിന്നെ ഇമാതിരി കോപ്രായ വേഷങ്ങൾ കെട്ടിക്കഴിഞ്ഞാൽ ആരാണ് കളിയാക്കാതിരിക്കുന്നത്? ഞാനേ ഒരു ആഗ്രഹത്തിന്റെ പേരിലാണ് ഈ യൂണിഫോം എടുത്തിട്ടത്. ഒരാൾ അങ്ങനെ ചെയ്യുമ്പോൾ കളിയാക്കുകയും മറ്റൊരാൾ ആ യൂണിഫോം ഇട്ടൊരു അച്ചീവ്മെന്റ് നേടുമ്പോൾ കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും ചെയ്യുന്നല്ലേ. ഒരു വീട്ടിൽ പാർഷ്യാലിറ്റി പാടില്ല രവിയേട്ടാ. എടി നിനക്ക് ഇത്ര വിദ്യാഭ്യാസം ഉള്ളവളല്ലേ നീ? ഇമാതിരി വേഷം കെട്ടൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നെ ആരെങ്കിലും പേടിക്കുവോ അല്ലെങ്കിൽ ബഹുമാനിക്കുവോ? പിന്നെ ഒരു വീട്ടമ്മ എന്ന് പറയണത് ആരെ കൊണ്ട് പറയിപ്പിക്കാനുള്ളതല്ല, മനസ്സിലായ? അത് എല്ലാവരും അറിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ്, അംഗീകരിക്കേണ്ടതാണ്. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണല്ലോ അവസ്ഥ. എന്റെ മണി, ഈ വീടിന്റെ ഗ്രഹനാഥ സ്ഥാനം പോകുന്നുള്ള ഭയമില്ലേ നിനക്ക്? അതുകൊണ്ടല്ലേ നീ ഈ കോപ്രായ വേഷങ്ങളെ കെട്ടി നിൽക്കുന്നത് അല്ലേ? അത് മാത്രമൊന്നുമല്ല, കളിയാക്കല്. പിന്നെ പറ. എനിക്കൊരു ജോലി വേണമെന്നുണ്ട്. എനിക്കറിയാം ഒരുപാട് ലേറ്റ് ആയിപ്പോയി, ഞാൻ ഇത്രയും കാലം ജോലി വേണ്ടെന്ന് പറഞ്ഞിരുന്ന ആളൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ട്. നിന്റെ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഇവിടെ ശ്രീകുട്ടിക്ക് ഒരു സർക്കാർ ജോലിയുണ്ട്, അതാണ് പ്രശ്നം. ഒരു കണക്കിന് നല്ലത് തന്നെ. ഒരു എതിരാളി ഉള്ളതും അവരോട് ആരോഗ്യകരമായിട്ട് മത്സരിക്കുന്നതും വിജയത്തിലേക്ക് വേഗത്തിൽ കൊണ്ടുവന്നെത്തി. എനിക്ക് വിജയിക്കണം എങ്കിൽ ആദ്യം നിന്റെ ഉള്ളിലുള്ള ഈ കോംപ്ലക്സും ഈ അസൂയയും പുന്നായ്മയും ഈഗോ ഒക്കെ എടുത്ത് കളയണം. എന്നിട്ട് നീ യഥാർത്ഥ മണിക്കുട്ടിയായിട്ട് വാ. ഞാൻ ഉറപ്പ് പറയണ മണി, നീ എന്ത് ആഗ്രഹിക്കോ അവിടെ നീ എത്തിയിരിക്കും, ഉറപ്പ്. അമ്മാ ഒന്നിങ്ങോട്ട് വാ, മതി ഇന്നേരം പറഞ്ഞത്. വാ കേക്ക് കട്ട് ചെയ്യാം. മണി അവിടെ എല്ലാരും വന്ന് റെഡിയായി നിൽക്കുകയാണ്, നീ വാ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. രവിയേട്ടൻ ചെല്ല് പ്ലീസ്. നീയും കൂടെ വാ, അല്ലെങ്കിൽ അവർക്കൊക്കെ വിഷമവും. ഞാൻ പറയണ കേക്ക്. ഞാൻ എന്റെ തലയിലെ ഈഗോയും ഈ യൂണിഫോം ഒക്കെ മാറ്റി വെച്ചിട്ട് നല്ലൊരു മണിക്കൂട്ടിയായിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഇന്നൊരു കാര്യം ചെയ്യും, നമുക്ക് ഒരുമിച്ച് പോവാം. നീ ഡ്രസ്സ് മാറി ഞാൻ ഇവിടെ നിൽക്കാം. ചെല്ലങ്ങോട്ട് ചെല്ല്. നീ ഉടനെ ഞാൻ വരും, പെട്ടെന്ന് വരും.